അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമളാനിൻ്റെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഈദ് ഷോപ്പിങ്ങെല്ലാം നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ എല്ലാം കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ നമ്മളെ സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്, അതേപോലെ തന്നെ അന്നത്തെ കുറേ വിശേഷങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്താക്കുക, ബാക്കിയുള്ള വിശേഷങ്ങളും എല്ലാം ആയിട്ട് നേരെ വീഡിയോ കാണാം. അപ്പോൾ നോമ്പിൻ്റെ 2 ദിവസം മുന്നായിട്ട് എനിക്ക് പുഡിങ്ങിന് ഓർഡർ ഉണ്ടായിന്. 3 ട്രേ കരിക്ക് പുഡിങ്ങും അതേപോലെ തന്നെ 2 ട്രേ ക്യാരറ്റ് പുഡിങ്ങും. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് നോമ്പിൻ്റെ 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന ഈ ഒരു ബോക്സ് ഇല്ലേ, അത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. ഒരു സെറ്റിൽ 6 വരുന്നത്. നല്ല രസമുണ്ടാവും, അത് നല്ലൊരു വർത്തായിട്ടാണ് തോന്നിയത്. വേറെ കാണുന്ന 2-3 കണ്ടെയ്നറല്ലേ, അത് മുന്നേ മീങ്ങി വെച്ചിട്ടുണ്ടായതാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് ഇങ്ങനെ ഒന്ന് കൈയിട്ട് വെയിലത്തെല്ലാം വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു വെക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നോമ്പിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അങ്ങനെ അധികം ഒന്നും വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ്. ഇപ്പം നമ്മൾ പോകുന്നുള്ളത് ഈദിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളിപ്പോൾ കാസർഗോഡിലേക്കാണ് പോകുന്നുള്ളത്. മക്കളെല്ലാം കൊണ്ട് നോമ്പെന്ന് നോക്കിയിട്ട് എന്തായാലും അതൊരു നടക്കുന്ന കാര്യമല്ല. പിന്നെ ഭയങ്കര തിക്കും തിരക്കെല്ലാം ആയിട്ട് നമുക്ക് വിചാരിച്ച പോലത്തെ ഡ്രസ്സ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഏതായാലും സഹായിച്ചിട്ടുണ്ട് ഇപ്പം. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആ ഒരു പണി നേരത്തെ തന്നെ കഴിച്ചു കൂട്ടാന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഉമ്മാക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഉമ്മാക്ക് നെയ്റ്റിയാണ് എടുക്കുന്നുള്ളത്. നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാവുക. ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് സുൽസനിലേക്കാണ്. സുൽസനിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നെയ്റ്റിൻ്റെ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. ആ ഒരു റെഡ് ഇല്ലേ, അത് ഞാൻ എടുത്തതാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള നൈറ്റി ഷാൾ അതെല്ലാം ഉമ്മാക്ക് എടുത്തതാണ്. നല്ല രസമുണ്ടായിന് അವೆല്ലാം. പിന്നൊരു കാര്യമുള്ളത്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെ അധികം എപ്പോഴും വെഡിങ് ആനിവേഴ്സറിൻ്റെ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കലൊന്നുമില്ല. പിന്നെ ഇപ്പം കാണുന്നുള്ളത് ഉപ്പ ദുബൈയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന ഷൂവും ബാഗും എല്ലാം അതാണ് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ടായത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ ആ ഒരു കണ്ട വാച്ച് എനിക്ക് സഹായിച്ച വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആക്കിയതാണ്. ഞാൻ അങ്ങോട്ട് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. സഹായിച്ച എനിക്ക് വാച്ച് ഗിഫ്റ്റ് ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ എൻ്റെ ഉപ്പാക്കും സായിച്ചാൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും സായിച്ചാൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും ഉള്ള ഡ്രസ്സെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഇപ്പം നേരെ പോയിട്ടുള്ളത് മക്കൾക്കുള്ള ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓർക്കുള്ള ഡ്രസ്സെല്ലാം നോക്കി ദുവാമോക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടീന്. ജമ്മുവിന് അങ്ങനെ സെലക്ട് ആയിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ ഈ ഒരു ഇതല്ലേ, എല്ലാവർക്കും കാസർഗോഡ് ഭാഗത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നെയ്സിൻ്റെ നേരെ സൈഡായിട്ട് വരുന്ന ജ്യൂസും കുൾഫിയെല്ലാം സ്ഥലമാണ്. അങ്ങനെ നോമ്പിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ജ്യൂസെല്ലാം കുടിച്ചിട്ട് ക്ഷീണമെല്ലാം മാറ്റിയിട്ട് ഡ്രസ്സെല്ലാം നോക്കാമല്ലോ. അങ്ങനെ അതെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ തലേ ദിവസം വന്നിട്ടുള്ളത്. നോമ്പ് നോക്കിയിട്ട് എന്തായാലും ഇതൊന്നും അടുക്കൊന്നും ചെയ്യില്ല. അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടായിട്ട് നമ്മളിപ്പോൾ നേരെ ജമ്മുവിനുള്ള ഡ്രസ്സ് നോക്കലാണ്. ദുവാ മോൾക്കൊന്ന് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ജമ്മുവിനുള്ള ഡ്രസ്സും കിട്ടി. അതെല്ലാം മീങ്ങിയിട്ട് നമ്മൾ നേരെ പുരയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉപ്പ ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന് ഈത്തപ്പഴം എല്ലാവർക്കും എടുത്തു വെക്കലാണ് അടുത്ത പരിപാടി. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മൾ ഡ്രസ്സെല്ലാം മീങ്ങിയിട്ട് വന്ന അന്ന് രാത്രി, അതായത് നോമ്പിൻ്റെ തലേ ദിവസം, നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അരി കഴിച്ചിട്ടുണ്ടായിന്, പത്തലിൻ്റെ അരി, അതും പൊടിക്കാൻ കൊടുത്ത് അതെല്ലാം പൊടിച്ച് കഴിഞ്ഞ് അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ് നോമ്പ് ഇല്ലാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിന്. ഇനിയിപ്പോൾ റമളാനിലായാൽ ഫ്രൂട്ട്സ് എല്ലാം തന്നെയല്ലേ അധികം അല്ല ഉണ്ടാവല്. ജ്യൂസ് ആയാലും കട്ട് ഫ്രൂട്ട് ആക്കിയിട്ട് കഴിക്കാനും എല്ലാം. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ച് പിന്നെ നമുക്ക് അടുത്തത് കുക്കിംഗ് പരിപാടിയാണ്. അന്ന് നമുക്ക് നല്ല വെള്ള ആവോലി കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഉപ്പാൻ്റെ സ്പെഷ്യൽ കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുന്നത്തെ വ്ളോഗിലെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ ആദം മോനെ ഇപ്പുറത്ത് കൊടുന്നിട്ട് കെടുത്തിയിട്ടുണ്ട്. അവന് അങ്ങോട്ട് നമ്മളെ റൂമിൽ കെടുത്തിയാൽ കരച്ചിലൊന്നും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ ഇങ്ങനെ ലൈറ്റെല്ലാം ഇട്ടിട്ട് അവനെ കെടുത്തിയാലും അവന് കുറച്ച് സമയം ഇങ്ങനെ ലൈറ്റെല്ലാം നോക്കിയിട്ട് കളിക്കും.
അങ്ങനെല്ലാന്ന് ഓൻ്റെ പരിപാടി. ഓനിപ്പോൾ ചെറുതായിട്ട് പറ്റിക്കാൻ തുടങ്ങിയിന്, ഓന് കരച്ചിലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓനിപ്പോൾ അധികം ഉറങ്ങുന്നൊന്നുമില്ല, അങ്ങനത്തെ എല്ലാം പരിപാടിയാണ് ഓൻ്റെത്. അപ്പോൾ ഓനെയും കുറച്ചെല്ലാം ഒന്ന് കളിപ്പിച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് എൻ്റെ കുക്കിങ്ങിലേക്കാണ് ഇനി പോകുന്നത്. അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ജമ്മിൻ്റെ കുറച്ച് കലാപരിപാടികളെല്ലാം ഉണ്ടായിന്, അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കറിയിലേക്കും മസാലയിലേക്കെല്ലാം വേണ്ട ഉള്ളിയും കാര്യങ്ങളെല്ലാം മുന്നേ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ചിക്കൻ്റെ ഒരു പെപ്പർ റോസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ മസാല വെച്ചിട്ട് നമ്മളെ സമൂസ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒരു പെട്ടിയപ്പം റെഡിയാക്കുന്നുണ്ട്, ഒരു മുട്ടയപ്പം കൂടി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നൊന്നുമില്ല. സാധാരണ ഇതിൽ ഉള്ളി നല്ലോണം വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വിനാഗിരിയിൽ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ അങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ഇപ്പുറത്ത് മുട്ടയപ്പത്തിനുള്ള ഉള്ളി അങ്ങനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിന്. അപ്പോൾ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിച്ചപ്പല ഇട്ട് കൊടുക്കുക. ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ്, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പുറത്ത് ഞാൻ നല്ലൊരു ഫില്ലിങ്ങിന് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ക്രീമിയും അതേപോലെ ചീസി ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ അറിയാം, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക, അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ടാണ് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം എനിക്ക് മൊത്തത്തിൽ തെറ്റിപ്പോയവ, ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ടായിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് സോട്ടാക്കിയിട്ട് എടുത്തിട്ട് അത് മാറ്റി വെച്ചിട്ടായിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് എന്നിട്ടായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ പീസാക്കുക, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ടായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പീസാക്കുമ്പോൾ ഇതിനേക്കാളും കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഞാനിങ്ങനെ തിരക്കിട്ട് ചെയ്യുന്നതാണ്, അതമിൻ്റെ സ്വഭാവം ഇപ്പം മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് മുന്നേ ഞാൻ ക്യാപ്സിക്കം ഇട്ടുപോയി, ക്യാമറ ഓണാക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി ജസ്റ്റ് അതിൽ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള കുറേ സംഭവങ്ങളെല്ലാം ഉണ്ടാവും ഇതിൻ്റെ ഇടയിലായിട്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാല പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി അല്ലെങ്കിൽ ഒറിഗാനോ, അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടാണ് ലാസ്റ്റ് ആകുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് അപ്പോൾ ഇതിനൊരു ആ ഒരു വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് നമുക്ക് എന്താക്കുക, ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ അറിയുമല്ലോ കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഒറിഗാനും കൂടി ഇട്ട് കൊടുത്തിന്, കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിന്. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിമെല്ലാം ഓഫാക്കി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്താണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണീസും ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ റെഡി മയോണീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കുക. അതല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാൽ വെച്ചിട്ടോ മുട്ട വെച്ചിട്ടോ എങ്ങനെ തഹിനി സോസോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിന്. നോമ്പിൻ്റെ എല്ലാം സമയമല്ലേ, അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെ നോമ്പ് തുറന്ന പാട് വയറിന് പറ്റാതാണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചീസും കുറച്ച് മയോണൈസും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അത് മാറ്റി വെച്ചിന്. അതിൻ്റെ ഇടയിൽ നമ്മളെ മുട്ടയപ്പത്തിന് സംഭവങ്ങളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അധികം അങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇനി ഒരിക്കലും ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാക്കുമ്പോൾ മെയിൻ പേടി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും. എണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ടല്ല, നല്ല ചില സമയത്ത് മുട്ട തന്നെ തെറിച്ചു പോലുണ്ട്. അപ്പോൾ അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട്
പച്ചമുളകില്ലേ അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതിൻ്റെ കുരു അത് അത് ഞാൻ പൊട്ടിത്തെറിക്കലെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം. അപ്പോൾ ഇവിടെ ഉപ്പാക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഇതുപോലെ മുട്ടയപ്പമെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്കല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മുട്ടയപ്പം അധികം ഉണ്ടാക്കാൻ നോക്കലുണ്ട്. അപ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ എങ്ങനെയെല്ലാം ദൂരം നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു മുട്ടയപ്പം റെഡിയാക്കിയിട്ട് എടുക്കലുള്ളത്. ഞാൻ പിന്നെ ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടിട്ടുള്ളത് എന്താ പറയുക, ഹെൽമെറ്റാണ്. അപ്പോൾ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ഞാനിതുപോലെ കോരിയിട്ട് എടുത്തതാണ്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലെങ്കിലും അത് പൊട്ടിത്തെറിച്ചിന്, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഹെൽമെറ്റ് ഉണ്ടായിന്, എന്തായാലും മുഖത്തേക്ക് പൊട്ടിത്തെറിച്ചാൽ മൊത്തത്തിൽ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മുഹബത്ത് കാ സർബത്ത് റെഡി ആയിന്, കസ്കസ് സർബത്ത് റെഡി ആയിന്, പിന്നെ ക്യാരറ്റും ടെൻഡറും. അപ്പോൾ അത് പുഡിംഗ് ആക്കിയ സമയത്ത് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ അതും കൂടി മിക്സ് ആക്കിയിട്ടൊരു ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ് അവ ഉണ്ടായത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നോമ്പ് തുറയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ പോകുന്നുള്ളത് എൻ്റെ പുരയിലേക്കാണ്. ഭയങ്കര സന്തോഷമാണ്. ഞാനിതൊട്ടും വിചാരിച്ചിട്ടുണ്ടായിട്ടാ. നോമ്പിൻ്റെ സമയത്ത് ഉമ്മാനെല്ലാം കാണാൻ പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ഹാപ്പിയല്ലേ. അപ്പോൾ അങ്ങനെ വലിയൊരാഗ്രഹം സാധിച്ച്. അതങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ, കുറച്ച് ദൂരെയാണ് എൻ്റെ പുര. അപ്പോൾ ഞാൻ അതിങ്ങനെ എനിക്ക് അവിടെ അന്ന് തന്നെ പോകാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടാ. ഞാൻ ഉമ്മാക്ക് കൊടുക്കാൻ നിസ്കാര കുപ്പായവും മേങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് അന്ന് തന്നെ എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത്. ഞാൻ പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടാവാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ പുരയിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെ മോളും മോനും എല്ലാവരും ഉണ്ടായിന്. ഓരോ ഉപ്പമാലും ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് നമ്മൾ ഇടയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉണ്ടാക്കുന്നതിനിടയിൽ നിങ്ങളെ മോള് ജ്യൂസും ഇതുപോലെ ഫ്രൂട്ടെല്ലാം കട്ടാക്കിയിട്ടും എല്ലാം സെറ്റാക്കിയിട്ട് ഓള് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്ര തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും റമദാൻ വ്ളോഗായിട്ടും എല്ലാം കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. താങ്ക് യു.